സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ടാക്സ് പേയറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സർവീസസ് റെൻഡർ ചെയ്യുവാൻ നിയമപ്രകാരം ബാധ്യതയുള്ള ഏതെങ്കിലും സ്ഥാപനം നാളെ കേരളത്തിൽ വർക്ക് ചെയ്യുമോ? ആർക്കാണ് നഷ്ടം? വ്യക്തികളുടെ അവകാശങ്ങളല്ലേ അവിടെ ഭഞ്ജിക്കപ്പെടുന്നത്. സുപ്രീം കോടതി രംഗരാജൻ കേസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു മൗലികാവകാശമേ അല്ല, സ്റ്റേറ്റിനാണ് ഇവിടെ ഉത്തരവാദിത്വമുള്ളത്. എന്റെയും നിങ്ങളുടെയും ഒക്കെ തൊഴിലിടത്തിലേക്ക് യാത്ര ചെയ്യുവാനും തൊഴിലനുഷ്ഠിക്കുവാനും നാളെ കടയിൽ നിന്നും സാധനം വാങ്ങുവാനും ആരും മുഖത്തടിക്കാതെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുവാനുമുള്ള നമ്മുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള സ്റ്റേറ്റ് നാളെ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്? അപ്പോ പരിമിതമായിട്ടുള്ള രീതിയിൽ ഒരു മൗലികാവകാശമല്ല, ലീഗൽ റൈറ്റ് ആണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം സമരം പ്രഖ്യാപിക്കുവാൻ ഏതൊരു വ്യക്തിക്കും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റൈറ്റ് ആണ്. അതും നിയമപ്രകാരം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് സമരം ചെയ്യുവാൻ ഒരു ലേബർ എന്നുള്ള നിലയിൽ സുപ്രീം കോടതി 1977 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിലനിൽക്കുന്ന ഒരു ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ച് മാത്രം, ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിനെ സംബന്ധിച്ച് മാത്രമാണ് അങ്ങനെ ഒരു സ്ട്രൈക്ക് ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം. ഓക്കെ, അത് വിട്ടുകളാം. ഏത് കോണ്ടെക്സ്റ്റിലും അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ, ആർക്കും വിയോജിപ്പൊന്നുമില്ല. ശക്തനായ തൊഴിലാളി ഉള്ളിടത്ത് മാത്രമേ ശക്തനായ ഒരു സമൂഹം ഉണ്ടാവൂ. പക്ഷെ തൊഴിലാളിക്ക് മാത്രം ശക്തി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്ര സംഘടിതമായിട്ടുള്ള ശക്തി സമൂഹത്തിൽ അബലരായിട്ടുള്ള സാധാരണക്കാരെ ഒറ്റപ്പെട്ടു നിൽക്കുന്നവർക്കെതിരെ വിനിയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആരുടെ അവകാശമാണ് ഇവിടെ സംരക്ഷിക്കപ്പെടാൻ പോകുന്നത്? അപ്പോൾ ഇത്തരത്തിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സമരാവകാശം മാത്രമാണ് നിയമത്തിൽ അനുവദിക്കുന്നിരിക്കെ നാളെ വെളിയിലിറങ്ങാൻ ഒക്കുവോ? നാളെ കടയിൽ പോകാൻ ഒക്കുവോ? നാളെ സ്കൂളിൽ പോകാൻ ഒക്കുവോ? നാളെ KSRTC വണ്ടി ഓടിക്കാൻ ഒക്കുവോ? മന്ത്രി പറയുന്നു വണ്ടി നിരത്തിലിറങ്ങും. നിരത്തിലിറങ്ങിയാൽ വണ്ടിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ഈ വാഹനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? അപ്പൊ ഇവിടെ ഒരു കൈയിൽ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചിട്ട് അതേസമയം അരാജകത്വം എന്ന് പറയുന്ന കുട്ടിച്ചാത്തനെ തോളിലിരുത്തിക്കൊണ്ട് സംസ്ഥാനമെമ്പാടും ഭരണാധികാരികൾ യാത്ര ചെയ്യുന്ന ഒരു ഐറോണിക്കലായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. ആരെയും കുറ്റപ്പെടുത്തുമല്ല, സാധാരണക്കാരന്റെ വേദനയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വിലാപം മാത്രമാണ്. കേരളത്തിൽ നാളെ ഇത് ബന്ദാണോ ഹർത്താലാണോ? ബന്ദ് നിരോധിക്കപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ഇത് ഹർത്താലായിട്ട് മാത്രമേ ഇത് അനുഷ്ഠിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ആചരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹർത്താലാണെങ്കിൽ സാധാരണക്കാരന് വഴിയിലിറങ്ങാനുള്ള അവകാശത്തെ തടയുവാൻ കഴിയില്ല. ജോലിക്ക് പോകുവാനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തെ ഭഞ്ജിക്കുവാൻ കഴിയില്ല. അയാളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല. അയാളെ മർദ്ദിക്കുവാൻ കഴിയില്ല. പോലീസ് എന്ത് നടപടിയെടുക്കും? ഇന്ന് യൂണിവേഴ്സിറ്റികളിലൊക്കെ വ്യാപകമായിട്ട് നടന്നിട്ടുള്ള വലിയ പ്രതിഷേധം, ആ പ്രതിഷേധം അക്രമാസക്തമാകുമ്പോഴും പോലീസിനൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയും ആ ഒരു അനാഥത്വത്തിലേക്കാണ് നോക്കുന്നത്. കാരണം ആര് സംരക്ഷിക്കും?